എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂമർ തുപ്പട്ടെ. ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ പറയണം. ഓക്കെ, എന്നെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എത്രമാത്രം എന്നെ അറിയും നോക്കട്ടെ. 10 ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന എന്താണ്? എന്നെ സന്തോഷിപ്പിക്കാനുള്ള എളുപ്പ മാർഗം എന്താണ്? എവിടെയെങ്കിലും കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്ത് തരിക. 2 കാര്യം ഓക്കെ. ഇനി അടുത്തട്ടോ ഒരു പോയിന്റ്. എൻ്റെ ഫോണില്ലാതെ ഒരു ദിവസം എത്ര ടൈം ഞാൻ നിൽക്കും? ഉറങ്ങുന്ന സമയം. അതൊന്നല്ലേ, ബാക്കിയുള്ള സമയമൊക്കെ. പിന്നെ എൻ്റെ ഏത് സാധനം കാണാതായാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഇതാവുക? ഫോണല്ലാതെ വേറെ എന്തെങ്കിലും? ഫോണല്ലാതെ അല്ല, അതൊന്നല്ല, വേറെ പറയാം. അതൊന്നല്ല. നിങ്ങളെ കാണാണ്ടായാലും എന്ത് ടെൻഷൻ അടിക്കാൻ? നിങ്ങള് പോയ പോലെ വന്നോളും വിചാരിക്കില്ല. അതൊന്നില്ല. ഞാൻ വേറെ അല്ല, ഫോൺ കണ്ടില്ല ടെൻഷൻ ഉണ്ട്. അത് ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകും. അതല്ലാത്ത വേറെ എന്തെങ്കിലും സാധനം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്ന എൻ്റെ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അവസരം തന്ന്, എൻ്റെ ഒരു ശീലം പെട്ടെന്ന് മാറും, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ശീലം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും? അങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആലോചിക്കാറുണ്ട്. അപ്പൊ എന്റെ കുറെ ശീലങ്ങൾ മാറ്റാറുണ്ട്. എന്റെ ഏത് സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തോന്നുക? കുട്ടികളോട് അടി ഉണ്ടാക്കുന്ന ഞാനില്ലേ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം, വീട്ടിലാണെങ്കിലും നിങ്ങളോടാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്തായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും? അക്കാദമിനെ കുറിച്ച്. ഇനി അടുത്തത് കേട്ടോ, എന്നൊരു മൃഗമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഏത് മൃഗമായിട്ട് താരതമ്യപ്പെടുത്തും? കാരണം പറ. മൃഗമായിട്ട് കാണല് ചില സമയത്ത് എൻ്റെ അടുത്ത് മാത്രമാണ്. അങ്ങനല്ല, അതല്ലാതെ നമ്മളിപ്പോ ഒരു പൂച്ചേനെ പോലെ ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സിംഹത്തിനെ പോലെ, അങ്ങനെ എന്തിനെ കുറിച്ച് എന്തിനായിട്ട് താരതമ്യപ്പെടുത്തും? ചില സമയത്ത് മുയലിനെ പോലെ പാവം, ചില സമയത്ത് കടുവയെ പോലെ ഭീകരി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടാലൻ്റായിട്ട് കണ്ടത് നിങ്ങൾ എന്താ? അതായത് എൻ്റെ ഏറ്റവും വലിയ കഴിവുണ്ടെങ്കിൽ കഴിവോ, അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ ടാലൻ്റായിട്ട് തോന്നിയത് എന്ത്? എന്നിലൊരു ടാലൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താ? സംസാരിക്കാനുള്ള കഴിവ്. അത്ര കഴിവ് എനിക്കുണ്ടോ സംസാരിക്കാൻ? അതല്ലാത്ത വേറെ കഴിവ് പറയാം. സംസാരിക്കാൻ ഉറങ്ങാനുള്ള കഴിവ്. ഉറങ്ങാനുള്ള കഴിവ് നിങ്ങൾ എന്നിൽ കണ്ടിട്ടുള്ളൂ, വേറെ ഇത്രയും കാലമായിട്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആലോചിക്ക്. ആ കഴിവ് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അത് കഴിവ് പറ. വേറൊരു കഴിവ് എനിക്കില്ല മനുഷ്യ. അതന്നെ, എന്തെങ്കിലും ഒരു കഴിവുണ്ടാവൂലേ? സംസാരിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട്. പിന്നെ ഉറങ്ങാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും ഉറങ്ങുന്ന ആളെ പോലെ ഉണ്ട് നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ. എന്തെങ്കിലും ഒരു കഴിവ് പറയടാ. ഒരു കഴിവുമില്ല. ഫുഡ് ഉണ്ടാക്കി തരാനുള്ള കഴിവ്. പിന്നെ ഒരിക്കൽ ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തരുന്നില്ല. അതെന്താ, നമ്മളെ മനസ്സിലൊരു ആൻസർ ഉണ്ട്, അത് നിങ്ങൾ പറയണം. അതാണ് ഇത്. ഉദ്ദേശിച്ച കാര്യം കണ്ടെത്താനുള്ള കഴിവ്, നടത്താനുള്ള കഴിവ്. ഉദ്ദേശിച്ച കാര്യം നടത്താനുള്ള കഴിവ് അതൊന്നുമല്ല, വേറെയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കൂടെ കൂട്ടാൻ മറക്കല്ലേ.